സംപൂജ്യരായ എല്ലാ പ്രവർത്തകർക്കും ഈ ശാസ്ത്ര 2015 സംഘടിപ്പിച്ച അനവധി സംഘടനയുടെ ഭാരവാഹികൾ ഇവിടെയുണ്ട്. അവരോരോരുത്തരും ഈ ഒരു സെമിനാറിന് വേണ്ടി മാത്രമല്ല ഒത്തുകൂടിയത്, ഭാവിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി ഒത്തുകൂടിയ സംഘടനാ ഭാരവാഹികൾക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇതിനുവേണ്ടി അനവധി ദിവസങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ഇന്ന് ഈ ക്ലാസ് 6:30 മണിക്ക് തീരുമെന്ന് ആരാധ്യനായ ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞുവെങ്കിലും ഞാൻ ഈ ഹാളിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സാറിനോട് ചോദിച്ചു, അല്പം വൈകിയാൽ കുഴപ്പമുണ്ടോ എന്ന്. നാളെ രാവിലെ 7 മണി വരെ ഇവിടെ പരിപാടിയൊന്നുമില്ല പറഞ്ഞു. നാളെ രാവിലെ 6 മണിക്കാണെന്ന് തോന്നുന്നു ഹർത്താൽ. 5:30 തിരുവനന്തപുരത്ത് എത്തത്തക്ക വിധത്തിൽ എനിക്കിവിടുന്ന് പോയാൽ മതി. ഏത് ചോദ്യവും ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു, അർഹിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നോക്കണ്ട, അറിയാവുന്ന ഉത്തരങ്ങളുള്ള ഏത് ചോദ്യത്തിനും എനിക്കറിയാവുന്നതാണെങ്കിൽ അത് തീർച്ചയായിട്ടും 100% സന്തോഷമേ ഉള്ളൂ ഇവിടെ സമർപ്പിക്കാൻ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും മാത്രമുള്ളൊരു യജ്ഞം. ഇത് അറിയാനും അറിയിക്കാനും മാത്രമുള്ളൊരു യജ്ഞമാണ്. അതിൽ ജ്യോതിഷം എന്നൊരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം, ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്തും എല്ലാ മലയാളികളുടെയും അല്ലാത്ത സദസ്സിലുമെല്ലാം പോകുമ്പോൾ ഒത്തിരി യുവാക്കൾ പറയാറുണ്ട്, ചൊവ്വാദോഷം കൊണ്ട്, 1.5 പൊരുത്തം കൊണ്ട്, പാപജാതകം കൊണ്ട് ഞങ്ങളുടെ ഈ വിവാഹം നടന്നിട്ടില്ല. 32 വയസ്സായി, 40 വയസ്സായി, 35 വയസ്സായി. സാറിന് ഏതെങ്കിലും വിധത്തിലൊന്ന് സഹായിക്കാൻ പറ്റുമോ? നിറഞ്ഞ ഹൃദയത്തോടു കൂടിയ ചോദ്യമാണത്, വേദനയോടുകൂടിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് എവിടെയെങ്കിലും ആരോടെങ്കിലും ഉത്തരം പറയണ്ടേ? അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ഒരു 3 മണിക്കൂർ ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടി ജ്യോതിഷത്തെക്കുറിച്ച്. കൊല്ലത്ത് 3 മണിക്കൂർ എടുത്തു, കോട്ടയത്ത് 3 മണിക്കൂർ എടുത്തു, തൃശ്ശൂർ 9 മണിക്കൂർ നോൺ സ്റ്റോപ്പായിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഇൻ്റർവെൽ ഒഴിച്ച് എടുത്തു. പാലക്കാട് അടുത്ത ആഴ്ചയുണ്ട്, മൂവാറ്റുപുഴയിൽ അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ചയുണ്ട്. ഇന്ന് ഈ ഹോളിഡേയിൽ ഇവിടെ യഥാർത്ഥത്തിൽ ജാതകം എന്താണ്, ജ്യോതിഷം എന്താണ്, അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും എതിർക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പുച്ഛിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവഹേളിക്കാനോ നിരാകരിക്കാനോ നിഷേധിക്കാനോ ആഗ്രഹമുള്ള എല്ലാവർക്കും അതെന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. സ്വീകരിക്കണമെന്നൊരു നിർബന്ധവുമില്ല, അംഗീകരിക്കണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ ഏതാണ്ട് 7 വർഷക്കാലം ജ്യോതിഷം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ന് കേരളത്തിൽ ലഭ്യമായ ജാതക പുസ്തകങ്ങളിൽ ഏതാണ്ട് ഏറ്റവും ആധികാരികമായ പുസ്തകങ്ങളിലൊരു പുസ്തകം, 90 പേജുള്ളൊരു പുസ്തകം, പദാനുപദം പഠിപ്പിക്കുന്ന ശൈലിയിൽ പ്രസിദ്ധീകരിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. ഞാനിവിടേക്ക് വരുന്ന വഴിക്കും ഇടയ്ക്ക് ഇങ്ങനെ പോയപ്പോഴും പലരും ചോദ്യം ചോദിക്കാനായിട്ട് മുമ്പോട്ട് വന്നു.
ഞാൻ ആ ചോദ്യം കേൾക്കാൻ നിന്നില്ല. അതിന് ഒരു കാരണമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൻ്റെ ഷീറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഷീറ്റ് എടുത്തിട്ടോ ഈ ജ്യോതിഷത്തെക്കുറിച്ചോ പൈതൃകത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ഏത് ചോദ്യം വേണമെങ്കിലും എഴുതി തരാം. 6:30 മണിക്ക് ക്ലാസ് തീരുമെന്ന് വിചാരിക്കേണ്ട. 7 മണിക്ക് തീർന്നാലും 8 മണിക്ക് തീർന്നാലും 9 മണിക്ക് തീർന്നാലും ഇടയ്ക്ക് പോകേണ്ടവർക്ക് സ്വതന്ത്രമായിട്ട് പോകാം. എല്ലാവരോടും പറയുന്ന രീതിയിൽ പറയുന്നു. ഇടയ്ക്ക് ഇറങ്ങി പോകേണ്ടവർക്ക് പോകാം, സംസാരിക്കേണ്ടവർക്ക് സംസാരിക്കാം. ഇത് മറ്റൊരു ക്ലാസ്സും പോലെയല്ല. ഇത് പ്രഭാഷണമല്ല, പ്രസംഗമല്ല, പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടുള്ള വിവരണങ്ങളാണ്. ആ വിവരണങ്ങൾ മുഴുവനും നൽകിക്കഴിഞ്ഞ് അവസാനം ജ്യോതിഷത്തെക്കുറിച്ച് നിങ്ങളുടെ കയ്യിൽ നൽകിയൊരു ഷീറ്റുണ്ട്. ആ ഷീറ്റ് ഒന്നുകൂടി വായിച്ചിട്ട് അത്രയും നേരം പറഞ്ഞത് ഒന്നുകൂടി ആ ഷീറ്റിലൂടെ ആവർത്തിച്ചിട്ടേ ക്ലാസ് കഴിയൂ. 10 പേരാണ് 8 മണിക്കുള്ളതെങ്കിൽ 10 പേർക്കും അത് പറഞ്ഞു കൊടുത്തിട്ടേ പോവുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് 3-4 മണിക്കൂർ ഇവിടെ ചെലവഴിക്കുന്നത് ജീവിതത്തിലൊരു നഷ്ടമാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധന്യമായ ഈ വേദിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഏതാണ്ട് 28,000-ഓളം ദിവസമാണ് ജീവിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ജീവിക്കുന്ന നമ്മൾ ഇന്നലത്തെക്കുറിച്ചും നാളത്തെക്കുറിച്ചും എല്ലാ വിഭാഗക്കാരും ചിന്തിക്കുന്നുണ്ട്. ഇന്നലെ എന്ന പാസ്റ്റ് ടെൻസ്, അതിൽ നിന്ന് അറിവും അനുഭവവും എടുത്ത്, പാസ്റ്റിൽ നിന്ന് അറിവും അനുഭവവും എടുത്ത് പ്രസൻറ്റിനെ ധന്യമാക്കി, പാസ്റ്റിൽ നിന്ന് അറിവും അനുഭവവും എടുത്ത് ഇന്നത്തെ ജീവിതത്തെ ധന്യമാക്കി നാളെ കുറേ കൂടി യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ആയിട്ടുള്ള ജീവിതം നയിക്കാൻ, യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ആയിട്ടുള്ള ജീവിതം നയിക്കാൻ ഈ ലോകത്തിലെ എല്ലാ വ്യക്തിയും, എല്ലാ സംഘടനയും, എല്ലാ സമൂഹവും, എല്ലാ രാഷ്ട്രവും ആഗ്രഹിക്കുന്നു. നാളെ ഇന്നത്തേക്കാൾ ധന്യമാക്കാനാണ് ലോകത്തിലെ ഏത് സംഘടനയും സമൂഹവും വ്യക്തിയും നാളത്തേക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് പ്രവചനം എന്നുള്ളത്, പ്രഡിക്ഷൻ എന്നുള്ളത്, ഫോർകാസ്റ്റിംഗ് എന്നുള്ളത് ജ്യോതിഷത്തിൽ മാത്രമല്ല, ലോകത്തിൽ പ്രഡിക്ഷനും ഫോർകാസ്റ്റിങ്ങും ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് പോലും ഇല്ല. 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കാൻ എനിക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭാഗ്യം കിട്ടി. അതിൽ ഞാൻ ഈ അവസാനത്തെ മാർച്ചിലെടുത്തത് MBA ആണ്. ആ MBAയിലെ 20 പേപ്പറിൽ 18 കേസ് സ്റ്റഡിയിൽ 2 വർക്ക്ഷോപ്പ്, 18 കേസ് സ്റ്റഡിയും ഫ്യൂച്ചറിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്ന കുറേ അധ്യായങ്ങളുള്ളതാണ്. ഈ ലോകത്തിലെ എല്ലാം, കാലാവസ്ഥയായാലും അതിൽ പ്രഡിക്ഷൻ ഉണ്ട്, എക്കണോമിക്കൽ സിസ്റ്റം ആണെങ്കിലും പ്രഡിക്ഷൻ ഉണ്ട്, ഡെമോഗ്രഫി, നരവംശാസ്ത്രമോ മനുഷ്യൻ്റെ പോപ്പുലേഷനോ നോക്കുകയാണെങ്കിലും പ്രഡിക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ വേനൽക്കാലം കഠിനമായിരിക്കും എന്ന വരി തന്നെ പ്രഡിക്ഷനാണ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡെഫിഷ്യൻ്റ് ആവും, അത് പ്രഡിക്ഷനാണ്. ഭാരതത്തിൽ ഷെയർ ബിസിനസ് അടുത്ത 2 വർഷം കൊണ്ട് ഫ്ലറിഷിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ പ്രഡിക്ഷനാണ്. എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിന് 1 മാസം മുമ്പ് മൂക്കിലൊരു ബ്ലോക്ക് വന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ ആ പീസ് എടുത്ത് തിരുവനന്തപുരം RCC കൊണ്ടുപോയി
സംശയം തോന്നി എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിൽ PET ടെസ്റ്റ് ചെയ്തു. സംശയം തോന്നി കെയർവെൽ ആശുപത്രി കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തു. അത് വീണ്ടും ഇപ്പുറത്ത് വന്ന ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തു. ഒരു 20 ഡോക്ടർ ഉള്ളതിൽ 18 ഡോക്ടറും ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അവസാനത്തെ 2 ഡോക്ടർമാർ പറഞ്ഞു ഇത് ക്യാൻസറേ അല്ല, ഇത് പൾമണറി ഡിസോർഡറാണ്. തിരുവനന്തപുരത്തെ ഡോക്ടർ ഘോഷിനെ കണ്ടു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ എന്ന്. 1.5 ലക്ഷം രൂപയുടെ ടെസ്റ്റും 15 രൂപയുടെ ഗുളികയുമാണ് വേണ്ടി വന്നത്. 1.5 ലക്ഷം രൂപ. ഇത് പണ്ടത്തെ കാര്യമല്ല, ഇന്നലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇവിടെ വരുന്നതിന് മുമ്പുള്ള കാര്യം. 1.5 ലക്ഷം രൂപയുടെ ടെസ്റ്റിൽ ഏതെല്ലാം ഉപകരണങ്ങൾ എടുത്ത് പരിശോധിച്ചുവോ ആ ഉപകരണം ഒന്നും തന്നെ ഈ ഡോക്ടർമാരോട് എന്താണ് അസുഖം എന്ന് പറഞ്ഞിട്ടില്ല. ആ ഉപകരണത്തിൽ നിന്ന് കിട്ടിയ ഡാറ്റയും ഒബ്സർവേഷനും ഉപയോഗിച്ച് ഈ ഡോക്ടർമാർ കൺക്ലൂഷനിലെത്തിയതാണ്. ഒന്നുകൂടി ആ വരി ഞാൻ എടുത്തു പറയാം. എക്സ്റേയിൽ കണ്ടത്, PETയിൽ കണ്ടത്, ബയോപ്സിയിൽ കണ്ടത്, CT സ്കാനിങ്ങിൽ കണ്ടത്, MRIയിൽ കണ്ടത്, ആ ഫിലിമുകളൊന്നും ഈ ഡോക്ടറോട് ഇതാണെന്ന് പറഞ്ഞിട്ടില്ല. ആ ഫിലിമിലുള്ള ചിത്രം നോക്കി ഡോക്ടർമാർ കൺക്ലൂഷനിലെത്തിയതാണ് അനുമാനത്തിലൂടെ. അവസാനം തെളിഞ്ഞു ഈ 10 ഡോക്ടറിൽ 9 ഡോക്ടർ പറഞ്ഞതും തെറ്റാണ്. അവസാനം 10ാമത്തെ ഒരാൾ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു ഇതാണ്, അതിനൊരു 5 ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് കാലാവസ്ഥയിലുണ്ട്, എക്കണോമിക്കൽ ഗ്രോത്തിലുണ്ട്, പോപ്പുലേഷൻ ഗ്രോത്തിലുണ്ട്, അഗ്രികൾച്ചർ ഗ്രോത്തിലുണ്ട്, ഷെയർ ബിസിനസ്സിലെ കാര്യത്തിലുണ്ട്. ഈ ലോകത്തിൽ എന്തെല്ലാം നിലനിൽക്കുന്നുണ്ടോ അതിലൊന്നിൽ പോലും ഫ്യൂച്ചർ പ്രഡിക്ഷൻ ഇല്ലാത്തതില്ല. ജ്യോതിഷത്തിൽ മാത്രമല്ല പ്രഡിക്ഷൻ ഉള്ളത്. 2, ജ്യോതിഷം എന്ന ശാഖയല്ല കുഴപ്പമുണ്ടാക്കുന്നത്, പലപ്പോഴും അത് കൈകാര്യം ചെയ്യുന്നവരാണ് കുഴപ്പമുണ്ടാക്കുന്നത്. തൃശ്ശൂരിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ജ്യോതിഷൻ, ആ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ഒരാൾ ചെന്നപ്പോൾ, ഒരു ഭാര്യ, ഭർത്താവ്, മകള്, വിവാഹപ്രായമായ മകള് ചെന്നപ്പോൾ ആ ജ്യോത്സ്യൻ്റെ മുറിയിൽ കയറിയപ്പോൾ വലത് സൈഡിൽ സ്റ്റൂളിൽ ഒരടയ്ക്ക, 2 വെറ്റില, 1000ൻ്റെ നോട്ട്, 500ൻ്റെ നോട്ട്. അത് കഴിഞ്ഞ് 1 മാസമായിട്ട് അവിടെ തന്നെ ഉണ്ട്, അത് മാറ്റിയിട്ടില്ല, അത് സ്ഥിരമായിട്ടുള്ളതാ. എന്തിനാണറിയോ? അകത്തേക്ക് വരുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ ദക്ഷിണ ഇതാണെന്ന് അറിയിക്കാനായിട്ട് പെർമനൻ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അത് തൃശ്ശൂരിലെ ലോകപ്രസിദ്ധനായ ജ്യോത്സ്യൻ്റെ അനുജന്മാരാണെന്നുള്ളത് മറക്കരുത്. നിങ്ങൾക്കറിയാവുന്ന പേര്, ഞാൻ പേര് പറയണില്ല. അത് മാത്രമല്ല, ഈ സ്ത്രീ ആ വീട്ടിലേക്ക് കയറി ചെല്ലലും ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ജാതകം കൊണ്ടാണ് വരുന്നതെങ്കിൽ അത് ചേരില്ല, ഉറപ്പാണത് ചേരില്ല എന്ന്. ഈ സ്ത്രീ പറഞ്ഞു ഞാൻ ഒത്തിരി ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോയി, ഞാൻ ചേരുവോ ചേരില്ലയോ എന്ന് പറയാനല്ല, ചേർന്നില്ലെങ്കിൽ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനാണ് ഞാനിവിടെ ഇത്രയും ദൂരം കോഴിക്കോട് നിന്ന് വന്നതെന്ന് പറഞ്ഞു. നിങ്ങളിവിടെ നിന്നിട്ട് കാര്യമില്ല, അത് ചേരില്ല, എനിക്ക് നോക്കാൻ നേരമില്ല, ഞാൻ നോക്കുകയില്ല. ആ സ്ത്രീയും ആ മകളും ആ സ്ത്രീയുടെ ഭർത്താവും കൂടി എന്നെ കാണാൻ വന്ന് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് അനുഭവം പറഞ്ഞു. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് അനുഭവം പറഞ്ഞതിനേക്കാൾ എനിക്ക് വേദന തോന്നിയത് ആ മകളുടെ മുമ്പിൽ വെച്ച് അച്ഛൻ പറഞ്ഞു ഇവളുടെ ജാതകവും കൊണ്ട് 10-40 വീടുകളായി ഞാൻ കയറി ഇറങ്ങുന്നു, ഇനി ഇവളുടെ ജാതകവും കൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ സാറേ, മടുത്തു ജീവിതം. റിച്ചായിട്ടുള്ള ഫാമിലിയാ. ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടപ്പോൾ എനിക്ക് തോന്നി ശരിക്ക് ഞാൻ ഇത്രയും വലിയ സദസ്സിൻ്റെ മുമ്പിൽ കൈകൂപ്പി പറയുന്നു, ജ്യോതിഷമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ തന്നെയാ, മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഉജ്ജ്വല സന്ദേശം ഭാരതത്തിലെ പൈതൃകത്തിൽ വേദങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, വേദം കൈകാര്യം ചെയ്യുന്നവർ. ക്ഷേത്രങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നവർ. വാസ്തുവിദ്യയല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, വാസ്തുവിദ്യ കൈകാര്യം ചെയ്യുന്നവർ. മെഡിക്കൽ ഡോക്ടർമാർ, മെഡിക്കൽ സയൻസ് അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മെഡിക്കൽ സയൻസ് കൈകാര്യം ചെയ്യുന്നവർ.
അതുകൊണ്ട് നമ്മൾ എന്നും ഓർമ്മിക്കണം, ഫ്യൂച്ചർ പ്രഡിക്ഷൻ എന്ന് പറയുന്നതുണ്ട്. അത് എല്ലാ ശാഖയിലുമുണ്ട്, അതുപോലെ ജ്യോതിഷത്തിലുമുണ്ട്. ജ്യോതിഷത്തിലെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് കുറേ അധികം ഫാക്ടേഴ്സിനെ ആധാരമാക്കിയിരിക്കുന്നു. അത് നമ്മൾ എന്നും തെറ്റിദ്ധരിച്ചത്, ഒന്ന് ഗ്രഹം എന്ന വാക്കിൻ്റെ ഡെഫിനിഷനിൽ നമുക്ക് തെറ്റുപറ്റി. ഏറ്റവും വലിയ തെറ്റുപറ്റിയത് ഗ്രഹം എന്ന വാക്ക് പ്ലാനറ്റ് എന്ന വാക്കിനെ ഗ്രഹം എന്ന് ഉപയോഗിച്ചു. രണ്ടാമത്തെ വലിയ തെറ്റ് നമുക്ക് പറ്റിയത്, ഗ്രഹങ്ങൾ ഇത് നമുക്ക് തരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഗ്രഹങ്ങൾ ഇത് സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇത് നമുക്ക് തരുന്നു എന്ന് പറഞ്ഞു. ആ ഗ്രഹങ്ങളാണ് നമുക്ക് ഓരോ കാലത്ത് ഓരോന്ന് തരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ യഥാർത്ഥത്തിൽ ആസ് ഈസ് ദ മാക്രോകോസം സോ ഈസ് ദ മൈക്രോകോസം. എങ്ങനെയാണോ ബ്രഹ്മാണ്ടം നിലനിൽക്കുന്നത്, ആ ബ്രഹ്മാണ്ടത്തിൻ്റെ മിനിയേച്ചർ ഫോമായിട്ട് പിണ്ടാണ്ടം, എൻ്റെ ശരീരം നിലനിൽക്കുന്നു. ആസ് ഈസ് ദ മാക്രോകോസം സോ ഈസ് ദ മൈക്രോകോസം. അപ്പം ഈ പ്രപഞ്ചത്തിൽ നമ്മളോടടുത്ത് കിടക്കുന്ന ഈ പ്ലാനറ്റുകളെയും സാറ്റലൈറ്റുകളെയും നക്ഷത്രങ്ങളെയും എടുത്ത് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മുടെ പൂർവികര് സൂചിപ്പിക്കാൻ ശ്രമിച്ചു, പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു. ആ ഗ്രഹങ്ങൾ നമുക്കിത് തരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധ ജടിലമായ ധാരണ, അതിനു പകരം ആ ഗ്രഹങ്ങൾ ഇത് സൂചിപ്പിക്കുന്നു എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ എത്രയോ അധികം വ്യത്യാസം വരുമായിരുന്നു. ആ വിഷയത്തിലേക്ക് ഞാൻ പിന്നീട് കടക്കാം. ഈ ജ്യോതിഷം എന്താണ് എന്നൊന്ന് ആദ്യം സൂചിപ്പിച്ച് ഇപ്പോൾ പറഞ്ഞതിലേക്ക് കടക്കാം. അടുത്ത കാലത്ത് 2006 ശേഷം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസർ ബ്രയൻ എൽ വൈസ് എഴുതിയ 3 പുസ്തകങ്ങളുണ്ട്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്, മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ്, സെയിം സോൾ മെനി ബോഡീസ്. ആ 3 പുസ്തകങ്ങൾ നമ്മളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, ഓരോ വ്യക്തിയും ചെയ്യുന്ന കർമ്മവും അതിൻ്റെ കർമ്മബലവും അനുസരിച്ച് ഒരു ശരീരം വിട്ടുപോകുന്ന ജീവാത്മാവ് ആ കർമ്മബലം അനുഭവിക്കാൻ പറ്റിയ ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം. കഴിഞ്ഞ ജന്മത്തിൻ്റെ അവസാനം വരെ ഞാൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ബലങ്ങളിൽ അനുഭവിച്ച് തീരാത്തത്, കഴിഞ്ഞ ജന്മത്തിൻ്റെ അവസാനം വരെ ഞാൻ ചെയ്ത കർമ്മങ്ങളിൽ അനുഭവിച്ച് തീരാത്തത്, അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരത്തെ എൻ്റെ ആത്മാവ് തിരഞ്ഞെടുക്കുന്നു. ഈ വരി എൻ്റേതല്ല, ഭാരതീയ പൈതൃകത്തിൻ്റേതുമാണ്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസർ ബ്രയൻ എൽ വൈസ് പറഞ്ഞതും കൂടി ചേർത്ത്. അപ്പോൾ ഞാൻ ചെയ്ത കർമ്മബലങ്ങളിൽ അനുഭവിച്ച് തീരാത്തത് അനുഭവിക്കാൻ പറ്റിയ ഒരു ശരീരം തിരഞ്ഞെടുത്ത് ആ ശരീരം ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ശരീരം എന്തെല്ലാമാണ് ഇനി ഉള്ള ജീവിതകാലത്ത് 85 വയസ്സ് വരെ ജീവിക്കുന്ന ആ ശരീരത്തിൻ്റെ ഉടമസ്ഥനായ ആത്മാവ്, ആ ശരീരം അടുത്ത 85 വർഷം വരെ അല്ലെങ്കിൽ ജീവിതാന്ത്യം വരെ എന്തെല്ലാം അനുഭവിക്കുമെന്ന് അറിയാൻ ലോകത്തിൽ വേറെ യാതൊരു ഫെസിലിറ്റിയുമില്ല. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചും നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചും അടുത്ത വർഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. നല്ല മാൽത്തൂസൻ തിയറി, അതാണ് ബികോമിനും MAയ്ക്കും എല്ലാം പഠിപ്പിച്ചിരുന്നത്. മാൽത്തൂസൻ തിയറി തെറ്റാണെന്ന് കണ്ടുപിടിച്ചു. ക്യാൻസർ രോഗത്തിൻ്റെ കാരണങ്ങളിൽ പലതും തെറ്റാണെന്ന് കണ്ടുപിടിച്ചു. കാലാവസ്ഥാ പ്രവചനത്തിന് സയൻസ് ഫോളോ ചെയ്യുന്നത് പലതും തെറ്റാണെന്ന് കണ്ടുപിടിച്ചു. ഈ റഷ്യയുടെ കൊളാപ്സോടുകൂടി
ഈ രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള പ്രഡിക്ഷനുകൾ തെറ്റാണെന്ന് കണ്ടുപിടിച്ചു. ഈ ചൈന കമ്മ്യൂണിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് പോയപ്പോൾ പ്രഡിക്ഷൻ തെറ്റാണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ധാരാളം പ്രഡിക്ഷനുകൾ തെറ്റാണെന്ന് കണ്ടുപിടിച്ചാലും ആ പ്രഡിക്ഷനുകളെല്ലാം കുറേ കാലത്തേക്കെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഏത് പ്രഡിക്ഷനും കുറേ കാലത്തേക്കെങ്കിലും അവയ്ക്ക് വാലിഡിറ്റി ഉണ്ട്. അത് അനാദികാലം നിൽക്കുന്നതല്ല എങ്കിലും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഒരു കുട്ടി അതിൻ്റെ ജീവിതാന്ത്യം വരെ ജ്യോതിഷപ്രകാരം 120 വർഷം ഒരു പുരുഷായുസ്. 120 പുരുഷായുസ്. ജ്യോതിഷപ്രകാരമുള്ള 120 വർഷം ആ കുട്ടി വളർന്ന് വലുതായി യൗവനത്തിലെത്തി, അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തി ജീവിക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരഘടന എങ്ങനെ ഉണ്ടാവും, ആ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെ ഉണ്ടാവും, ആ കുട്ടിയുടെ സഹോദരന്മാർ എങ്ങനെ ഉണ്ടാവും, ആ കുട്ടിയുടെ അമ്മയും ആ കുട്ടിയുടെ പൈതൃകവും ആ കുട്ടിയുടെ പൂർവ അവസ്ഥയും എങ്ങനെ ഉണ്ടാവും, ആ കുട്ടിക്കുണ്ടായിരുന്ന അയാൾക്കുണ്ടാവുന്ന മക്കൾ എങ്ങനെ ഉണ്ടാവും, ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെ ഉണ്ടാവും. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ആ ജാതകം നോക്കി 1-ാം ഭാവം നോക്കിയാൽ ആ വ്യക്തിയുടെ ശരീരപ്രകൃതിയും മറ്റെല്ലാ കാര്യങ്ങളും വിവരിക്കാം. 2-ാം ഭാവം നോക്കിയാൽ അയാൾക്കുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സംസാര രീതി, വാക്കുകളുടെ ഷാർപ്പ്നെസ്, വാക്കുകളുടെ മാധുര്യം, ബിഹേവിയറൽ പാറ്റേൺ 2-ാം ഭാവത്തിൽ. ആ വ്യക്തിയുടെ സഹോദരന്മാരും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ 3-ാം ഭാവത്തിൽ. അമ്മയും പൈതൃക കർമ്മവും എല്ലാം 4-ാം ഭാവത്തിൽ. മക്കള് ആണോ പെണ്ണോ അവരുടെ പ്രത്യേകത 5-ാം ഭാവത്തിൽ. ഈ വ്യക്തിയുടെ സ്വഭാവം ബിഹേവിയറൽ പാറ്റേൺ 6-ാം ഭാവത്തിൽ. ഈ വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഇയാൾ ഏതെങ്കിലും വിധത്തിലുള്ള ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ പാർട്ട്ണർ 7-ാം ഭാവത്തിൽ. ഇപ്പം ഞാൻ പറയുന്നത് അതേപോലെ എടുക്കേണ്ട, മറന്നേക്കുക, വീണ്ടും ആവർത്തിക്കുന്നുണ്ടാവും. ഇയാളെ എങ്ങനെ മരിക്കും, ആ മരണം ആക്സിഡൻ്റ് കൊണ്ടാണോ അല്ല വാർദ്ധക്യം കൊണ്ടാണോ അല്ല ദുഃഖത്തോടു കൂടിയാണോ, അത് 8-ാം ഭാവത്തിൽ. അച്ഛൻ പൂർവ്വപുണ്യം ചെയ്ത കർമ്മങ്ങൾ 9-ാം ഭാവത്തിൽ. ഇയാൾക്ക് ഏത് ജോലിയായിരിക്കും കിട്ടുക, ഏത് തരത്തിലുള്ളതായിരിക്കും, അത് 10-ാം ഭാവത്തിൽ. ഇയാളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഇയാളുടെ ഇൻകം വരവ് എങ്ങനെ ഉണ്ടായിരിക്കും, 11-ൽ. ഇയാൾ ജീവിതത്തിൽ ചെലവാക്കാൻ പോകുന്നത് എന്തെല്ലാമായിരിക്കും, 12-ൽ. ഇത് ഞാൻ പറഞ്ഞത് ഓർമ്മിക്കണ്ട. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഒരു വ്യക്തി 85 വയസ്സ് വരെ ജീവിക്കുമ്പോൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട സമഗ്രമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഷീറ്റ്, ഒരു സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റാണ് ഭൂമിയിൽ ജനിച്ച് വീഴുന്ന കുട്ടിയുടെ ജാതകം എഴുതുമ്പോൾ നമ്മളുടെ കയ്യിൽ കിട്ടുന്നത്. വേണമെങ്കിൽ അതിനെ തലക്കുറി എന്ന് പറയാം, വേണമെങ്കിൽ അതിനെ ജാതകം എന്ന് പറയാം, ഹൊറോസ്കോപ്പ് ഷീറ്റ് എന്ന് പറയാം. അതിൽ എല്ലാം കോഡ് വേർഡ്സ് മാതിരി ഗ്രഹങ്ങളെ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരാളുടെ ഒരു ജാതകം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വ്യക്തി കഴിഞ്ഞ ജന്മം വരെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളിൽ അനുഭവിച്ച് തീരാത്തതിൻ്റെ ബാക്കി അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ജന്മം കൈക്കൊണ്ടപ്പോൾ ആ ജന്മത്തിൽ അയാളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം നമുക്ക് തരുന്നു എന്ന് ആ ജാതകത്തിലൂടെ മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥത്തിൽ ജാതകം. പക്ഷേ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ തിയറിക്കും കുറേ അധികം എക്സെപ്ഷൻ ഉണ്ട്. പലതും കുറച്ച് കാലത്തേക്ക് വാലിഡിറ്റി ഉള്ളൂ, പലതും ഒരു സൂചന മാത്രമാണ്, അതാണ് അവസാനത്തേത് എന്ന് എടുക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ജാതകത്തിൽ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും പൂർവീകരായ ഋഷിവര്യന്മാർ
പ്രത്യേകിച്ച് വരാഹമിഹിതനെ പോലെയുള്ള ആചാര്യന്മാര് അവര് ആർബിട്രറിലി ഫിക്സ് ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിതെല്ലാം കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു വരി ജ്യോതിഷന്മാർ പൂർണ്ണമായിട്ട് മറക്കുന്നു. ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ചു, എക്സ്റേ എടുത്ത് ആ എക്സ്റേ നോക്കിയിട്ടാണ് ഡോക്ടർ പറയുന്നത് ഇത് ഇന്ന അസുഖമാണ്. ആ ഡോക്ടർക്ക് അത് എങ്ങനെയാണ് മനസ്സിലായത്? അനവധി വ്യക്തികളുടെ, അതേ രോഗമുള്ള വ്യക്തികളുടെ എക്സ്റേയിൽ കണ്ട പാറ്റേൺ ഈ വ്യക്തി MBBS-നും MD-ക്കും പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള എക്സ്റേ ഒരാൾക്ക് വരണമെങ്കിൽ ഇന്ന അസുഖമായിരിക്കും ഉണ്ടായിരിക്കാം, ഇങ്ങനെയുള്ള ഒരു സിംറ്റമാണ് എങ്കിൽ അത് ഇന്ന രോഗത്തിൻ്റേതായിരിക്കും. ഇതാണ് ആ ഡോക്ടർ MBBS-നും MD-ക്കും പഠിച്ചത്. ആ ഡോക്ടർ നേരിട്ട് റിസർച്ച് നടത്തിയിട്ടില്ല. ആ ഡോക്ടർ ഒന്നും ഇൻവെൻഷനോ ഡിസ്കവറിയോ നടത്തിയിട്ടില്ല. ആ ഡോക്ടർ പഠിച്ച പുസ്തകത്തിൽ മറ്റു പല ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിച്ചതിൻ്റെ അബ്സ്ട്രാക്റ്റ് ആ പുസ്തകത്തിൽ എഴുതിയത് ഈ വ്യക്തി പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തി അസുഖം കണ്ടെത്തുന്നത്. ഈ വരി ജ്യോതിഷന്മാർ മറന്നുപോകുന്നു. ഈ ജ്യോത്സ്യന്മാരാണ് ഇത് വിവരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ജ്യോത്സ്യന് ഒരു ഡോക്ടറിൻ്റെ സ്ഥാനമേ ഉള്ളൂ. ജ്യോത്സ്യന് ഒരു ഡോക്ടറുടെ സ്ഥാനമാണുള്ളത്. എന്തർത്ഥത്തിലാണ് പറയുന്നറിയോ? 2ാം ഭാവത്തിൽ ചൊവ്വയാണ് ഉള്ളതെങ്കിൽ ആ ചൊവ്വയാണ് 2ാം ഭാവത്തിലെ ഗുണദോഷങ്ങൾ തരുന്നത് എന്നല്ല. 2ാം ഭാവത്തിലുള്ള ചൊവ്വയാണ് ആ വ്യക്തിക്ക് 2ാം ഭാവത്തിലുള്ള ഗുണദോഷങ്ങൾ തരുന്നത് എന്നല്ല. മറിച്ച് ഈ വ്യക്തി കഴിഞ്ഞ ജന്മം വരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ജന്മത്തിൽ അയാളുടെ 2ാം ഭാവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ചൊവ്വ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. ചൊവ്വ തരുകയല്ല. ഇൻഡിക്കേറ്റ് ചെയ്യലും തരുകയും തമ്മിൽ എന്താ വ്യത്യാസം? ചെറിയൊരു ഉദാഹരണം. നമ്മൾ നല്ല സ്പീഡിൽ റോട്ടിലൂടെ പോകുമ്പോൾ 4 കൂടിയ വഴിയിൽ സിഗ്നൽ വന്നു. റെഡ് സിഗ്നൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടി നിർത്തും. ആ റെഡ് സിഗ്നൽ നമ്മളോട് പറഞ്ഞിട്ടില്ല നീ വണ്ടി നിർത്തണമെന്ന്. ആ റെഡ് സിഗ്നൽ നമ്മളോട് പറഞ്ഞിട്ടില്ല വണ്ടി നിർത്തണമെന്ന്. ആ റെഡ് സിഗ്നൽ അല്ല നമ്മുടെ വണ്ടി നിർത്തുന്നതും. നമ്മൾ ആ റെഡ് സിഗ്നൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ആ റെഡ് സിഗ്നൽ ഒരു ഇൻഡിക്കേഷനാണ്. എന്താ ഇൻഡിക്കേഷൻ? അപ്പുറത്തും ഇപ്പുറത്തും വണ്ടികൾ പോകുമ്പോൾ നീ ഈ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകരുത്, നീ ഇവിടെ നിർത്തണം. That red signal is giving us an indication that you have to stop. Red signal is not stopping our vehicle, and red signal is not responsible for the stoppage of our vehicle. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പച്ച ലൈറ്റ് വരുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. മഞ്ഞ ലൈറ്റ് വരുമ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു പച്ച കഴിഞ്ഞിട്ടുള്ള മഞ്ഞയാണെങ്കിൽ ഇനി അങ്ങോട്ട് കടക്കരുത്. ചുമപ്പ് കഴിഞ്ഞിട്ടുള്ള മഞ്ഞയാണെങ്കിൽ കടന്നു കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് പോവുക, ഇല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ്. അപ്പം 3 ലൈറ്റ് എങ്ങനെയാണോ കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതേപോലെയാണ് ഗ്രഹങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.